എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മധുരവും എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വേറൊന്നുമല്ല, പൈനാപ്പിൾ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബിരിയാണിയുടെ കൂട്ടത്തിലൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം കുറച്ച് മധുരവും കുറച്ച് പുളിയുള്ള ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടും ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് മധുരവും ചെറിയൊരു പുളിയും കൂടെ ഉള്ള ഒരു പൈനാപ്പിളാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വലിയ അല്ലിയിലെ 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം കായപ്പൊടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 3/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എക്സ്ട്രാ കായപ്പൊടി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ പൈനാപ്പിളിന് പുളി കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരിയുടെ അളവ് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് ചെറിയ പുളി ഉള്ളത് കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരി ചേർത്തത്. പൈനാപ്പിളും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പൈനാപ്പിൾ നന്നായിട്ട് നമ്മളെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള അച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ചാറായിട്ടുള്ള അച്ചാറിനേക്കാളും കുറച്ചും കൂടെ പെരണ്ടിരിക്കുന്ന ഒരു അച്ചാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ പൈനാപ്പിളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി ഇറങ്ങും. അപ്പോൾ അത് കാരണം ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാറ് വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ പൈനാപ്പിളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൈനാപ്പിളിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളമാണിത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പൈനാപ്പിൾ അച്ചാർ. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇത് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇത് കുറച്ച് മധുരമുള്ള ഒരു അച്ചാറായത് കാരണമാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തത്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. താല്പര്യം ഇല്ലാത്തവർ അത് ചേർക്കണം എന്നില്ല. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പൈനാപ്പിൾ അച്ചാർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ പൈനാപ്പിൾ കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ രീതിയിൽ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം. ബിരിയാണിയുടെ കൂട്ടത്തിലൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ഈവൻ ദോശയുടെ കൂടെ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പം ഞാൻ ഇതിന് മുന്നേ വേറെ അച്ചാറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പൈനാപ്പിൾ കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ പൈനാപ്പിൾ അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്